Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള കേക്ക് വ്ളോഗും ആയിട്ടാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാതെ തന്നെ നമ്മളിപ്പോൾ എങ്ങനെ ഫംഗ്ഷന് പോയിട്ട് അവിടെ പോയിട്ട് കേക്ക് സെറ്റ് ചെയ്യാന്നുള്ളതും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതാ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചസ് ഓരോന്നായിട്ട് ഞാനിവിടെ ബേക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ടിന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പറെല്ലാം ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് തുടങ്ങിയാണ്. അപ്പോൾ ഇത് തലേ ദിവസം രാവിലെയാണ് കേട്ടോ, രാവിലെ മുതലാണ്. അപ്പോൾ കുറേ വർക്കുള്ള സമയങ്ങളിൽ ഇതുപോലെ പിറ്റേ ദിവസം നേരം വെളുത്ത പാടിനെ നമ്മൾ തുടങ്ങും വർക്ക്. അതിൻ്റെ ഇടയ്ക്ക് എല്ലാ ജോലികളും നടക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഡോണറ്റിനുള്ള ഡോ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ജോലികളൊക്കെ ഓരോന്നായിട്ട് നടക്കണുണ്ട്. പക്ഷേ എല്ലാം നമുക്ക് വീഡിയോ എടുക്കലൊന്നും ഒക്കെ ഒരു റിസ്ക്കാണ്. എല്ലാം ചെയ്യണ സമയത്തും ഇങ്ങനെ ഫോണിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കഴിയുന്നതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കും കേട്ടോ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഡോണറ്റിനുള്ള ഡോ കുഴച്ചിട്ട് ഇപ്പോൾ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതൊന്ന് പൊങ്ങി വന്നതിൻ്റെ ശേഷം ഇനി ഫ്രൈ ചെയ്തെടുക്കുള്ളൂ. ഡോണറ്റിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ റെസിപ്പി ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ ഇതാ രാത്രി ഫോണ്ടൻ്റ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്ക് ഫംഗ്ഷൻ നടക്കുന്നിടത്ത് പോയിട്ട് സെറ്റ് ചെയ്യാനുള്ളത് ഫോണ്ടൻ്റ് വന്നിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഫോണ്ടൻറ്റിൻ്റെ ഒരു ബേബി ഗേൾ കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബേബി ഗേളിനെ ചെയ്യുന്നതും എല്ലാം ഞാനിപ്പോൾ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലും അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഫോണ്ടൻറ്റിൻ്റെ ഫിഗേഴ്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫിഗേഴ്സ് എല്ലാം ഞാനിപ്പോൾ അപ്പോൾ വെച്ചിട്ട് ചെയ്തതൊന്നുമല്ല. കുറേയൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ ബാക്കി വന്നിട്ടുള്ളത് എടുത്തു വെക്കണതാണ് കേട്ടോ. ഞാൻ ചെയ്ത വർക്ക് എടുത്തു വെക്കും, സ്റ്റുഡൻസ് ചെയ്തത് അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇതുപോലെ ആവശ്യം വരുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്താൽ മതി. ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കേടുമില്ലാതെ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ എന്താ ഓരോന്നായിട്ട് ഞാനിവിടെ ഡ്രൈ ആക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവണിനകത്ത് വെച്ചിട്ട് എങ്ങനെ ഡ്രൈ ചെയ്യാമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചൂടിൽ ഓവൺ ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ഫിഗറെല്ലാം എന്താണോ ഫോണ്ടൻറ്റിൻ്റെ ഉള്ള അതെല്ലാം ഇതുപോലെ ഒരു ട്രേയിലോ എന്തിലെങ്കിലും ആക്കി വെച്ചതിൻ്റെ ശേഷം ഒരു ചെറിയൊരു ചൂടിട്ടാൽ, ഒരുപാട് ചൂടാവരുത്. ആ സമയത്ത് ഓവൺ ഓഫ് ചെയ്യുക, എന്നിട്ട് അത് അവിടെ വെച്ച് കൊടുക്കുക. ഓവണൊക്കെ ചൂടാറിയതിന് ശേഷം പുറത്തെടുത്താൽ മതി. പിന്നെ അത് സ്പഞ്ചെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യുകയാണ്. ഐസിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ ഫൈനൽ കോട്ടിങ് ചെയ്യാം. അപ്പോൾ ഇതാ ക്രം കോട്ടിങ് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇനി തലേ ദിവസം അന്നത്തെ ദിവസം രാവിലെ എടുത്തിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്യും. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഒഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ രാത്രി വരെയുള്ള വർക്കുകൾ കഴിഞ്ഞു. പിന്നെ ഇനി എല്ലാം പിറ്റേ ദിവസം രാവിലെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഓവണിനകത്താണ് വെച്ച് കൊടുക്കുന്നത്, ഉറുമ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈർപ്പം ചിലപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഒരു എന്താ പറയുക, പുതിർന്ന പോലെ ഇരിക്കും കണ്ടോ. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡോണറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ കേക്കിൻ്റെ കൂടെ തന്നെ കേക്ക് പോപ്സും സിക്കിളും ഡോണറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ പോപ്സും സിക്കിളും എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഈ ഒരു കേക്കിനെ ഓരോന്നിനായിട്ട് ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യണേ. അപ്പോൾ ഇത് 3 ടയർ കേക്കിന് വന്നിട്ടുള്ള ലാസ്റ്റത്തെ കേക്ക്, ഫസ്റ്റ് വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ, ഏറ്റവും താഴെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് 9 ഇഞ്ചിലാണ്, 3.5 kg ടോട്ടൽ 3 ടയർ കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ താഴത്തെ കേക്ക് വന്നിട്ടുള്ളത് 9 ഇഞ്ചിലാണ്. അപ്പോൾ ഇതിനൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കണം. അധികം ഫിനിഷിങ് വേണ്ട കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു വർക്ക് കൂടി വരാനുണ്ട്, അപ്പോൾ കൂടുതൽ ചെയ്തിട്ടില്ല. പിന്നെ ഏറ്റവും ടോപ്പിലുള്ള കേക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് 5 ഇഞ്ച് സൈസിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊരു ഹൈറ്റിലാണ് കേക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇതിനൊരു ഓഫ് വൈറ്റ് കളർ വെച്ചിട്ടാണ്, ഒരു ക്രീം കളർ വെച്ചിട്ടാണ് ഞാനിതിനെ ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള കളർ യൂസ് ചെയ്യാം. അത് വെച്ചിട്ടാണ് കളർ മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്കൊരു ബ്രൈറ്റ് ടു ബി കേക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ കോട്ടിങ് ഇവിടെ ചെയ്യണം. അപ്പോൾ ഇത് 4 ഷെയ്ഡായിട്ടാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. ടോപ്പിലായിട്ട് ഓഫ് വൈറ്റും, പിന്നെ അതിൻ്റെ താഴെയായിട്ട് ലൈറ്റ് പിങ്കും, പിന്നെ ഡാർക്ക് പിങ്ക്, പിന്നെ ഡാർക്ക് പിങ്ക്, അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള കുറച്ച് ഡാർക്കായിട്ടാണ് കേട്ടോ. അങ്ങനെ 4 ഷെയ്ഡുകളായിട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടും, ബ്രഷല്ല കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ തെറിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ. പിന്നെ ഇത് 5 ഇഞ്ചിലാണ് ഈ ഒരു ടോൾ കേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ അടുത്തതായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു മോം ടു ബി കേക്കാണ്. അപ്പോൾ ഇത് പിങ്ക് ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് 7 ഇഞ്ചിൽ ചെയ്തിട്ട് നോർമൽ ഹൈറ്റിലുള്ളൊരു കേക്കാണ്. ഓഫ് വൈറ്റ് വെച്ചിട്ടാണ് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ശേഷം ബ്ലൂവും പിങ്കും കളറിലായിട്ട് ഒരു ഡെക്കറേഷൻ, ജസ്റ്റ് ഒന്ന് നൈഫ് വെച്ചിട്ട് ഒരു ഡെക്കറേഷൻ കൊടുത്തു. പിന്നെ ഓയിൽ ബ്രഷ് വെച്ചിട്ട് മുകളിലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗോൾഡൻ ലീവ്സ് കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അതാ ബ്രൈഡ് ട്യൂബിയും മോം ട്യൂബിയും കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. രണ്ടും ഒന്നിച്ചിട്ട് തന്നെ ഡെലിവറി ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം ഡെലിവറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ അത് കൊണ്ടുപോയതിൻ്റെ ശേഷം പിന്നെ നമുക്കിവിടെ ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനാണുള്ളത്. അത് ഉച്ചയ്ക്കൊരു 3 മണിക്കാണ് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസും കാര്യങ്ങളും പിന്നെ ഫോണ്ടൻറ്റ് ചെയ്തിട്ടുള്ള വർക്കും എല്ലാം ഞാനിവിടെ ഓരോന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ എല്ലാം 2 കേക്കാണുള്ളത്. അപ്പോൾ 2 കേക്കിനുള്ള വർക്കുകളും സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ അവിടുന്ന് നമ്മൾ ഹറിബറി ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതാ ഫോണ്ടൻറ്റിൻ്റെ കുറച്ച് ബോൾസുകൾ എടുത്തിട്ടുണ്ട്, റെയിൻബോ ഉണ്ട്. അപ്പോൾ എല്ലാം 2 ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് 2 കേക്കിന് വേണ്ടിയിട്ട്. പിന്നെ അത് നമ്മളുടെ ബേബി ഗേൾ കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്, പുറത്ത് വെച്ചിട്ട് തന്നെ ഡ്രൈ ആക്കിയിട്ടുള്ള കേട്ടോ. ഇനി ഇതിനെ ഇങ്ങനെ തന്നെ കൊണ്ടുപോവുകയാണ്, വേറൊരു പാത്രത്തിലൊന്നും ആക്കണില്ല കേട്ടോ. പിന്നെ ഫിഗേഴ്സും ഡ്രൈ ആക്കി വെച്ചതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ഫുള്ള് ഒന്നിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പിന്നെ ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് തന്നെ റിട്ടേൺ കൊണ്ടുവരാമെന്നാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കേക്കിൻ്റെ എല്ലാം മാറ്റി വെച്ചതിൻ്റെ ശേഷം ഞാനിവിടെ രാവിലെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന പോപ്സും സിക്കിളും നന്നായിട്ട് തന്നെ ഹാർഡായിട്ടുണ്ട്. അതിന് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറ്റിയിട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു കളറിന് ഏകദേശം മാച്ചായിട്ട് തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്, റൂബി കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിക്കിളാണ് ആദ്യം ഞാൻ ഇതിനകത്ത് ഡിപ്പ് ചെയ്യണത്. 5 സിക്കിളും 5 പോപ്സ്, ഡോണട്ട്, കപ്പ് കേക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിക്കിൾ ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണുണ്ട്. അപ്പോൾ ഇതിന് ചെറിയൊരു ഡെക്കറേഷനെ കൊടുത്തിട്ടുള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. ഇനി ഇതിനകത്ത് ഫോണ്ടൻറ്റിൻ്റെ ചെറിയ ഡെക്കറേഷൻ ലാസ്റ്റ് വരും കേട്ടോ. അത് അവിടുന്ന് സെറ്റ് ചെയ്യുമ്പോൾ വെച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതാ 5 ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ പോണത് 4 അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അത് ചോക്ലേറ്റ് ബാക്കിയുള്ളത് തന്നെ വെച്ചിട്ട് തന്നെയാണ് പോപ്സും ചെയ്യണത്. സെയിം കളറിൽ തന്നെയാണ് കേട്ടോ, സെയിം ഡെക്കറേഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പോപ്സിൻ്റെയും സിക്കിള്, കപ്പ് കേക്ക്, ഡോണട്ട് ഇത് 4 കൂടി വന്നിട്ടുള്ള ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഓൺലൈനായിട്ട് ഇതെങ്ങനെ പോപ്സും സിക്കിളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും ഈ ഒരു ചോക്ലേറ്റ് എങ്ങനെ കളർ മിക്സ് ചെയ്യാനും ക്രാക്ക് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട് കേട്ടോ ക്ലാസ്സിൽ. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്നെങ്കിൽ കോൾ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അങ്ങനെ എല്ലാ സെറ്റുകളും റെഡിയാക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ കേക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്.
അപ്പോൾ ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പുതിയ തുടക്കം എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കേക്ക് വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നേരിട്ടിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കമൻറ്റിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല, ഇത്താൻ്റെ വണ്ടി ഒന്ന് മാറ്റിക്കൂടെ, എന്നാൽ വണ്ടി മാറ്റുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി മാറ്റിയിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് പഴയ വണ്ടി യൂസ് ചെയ്യണതായിരിക്കും നല്ലത്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് ചേഞ്ച് വരുത്താമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞു, ഇനി വണ്ടി മാറ്റലായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് മാഷാഅല്ലാഹ് വണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അപ്പോൾ കേക്ക് അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ടിപ്പോൾ ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പാക്കിംഗ് സമയത്ത് വണ്ടിയിൽ വെക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കേക്കെല്ലാം ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടോൾ കേക്കെല്ലാം നമ്മളിപ്പോൾ ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഓപ്പൺ ആക്കിയിട്ട് തന്നെ വെച്ചാൽ മതി കേട്ടോ. എന്താ പറയുക, ഗ്ലാസ് എല്ലാം ക്ലോസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക. എ സിൻ്റെ ഡയറക്റ്റ് തണുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകണം, അപ്പോഴേ അത് സെറ്റായിട്ട് കിട്ടുള്ളൂ. ക്ലോസ് ചെയ്തിട്ട് ബോക്സൊക്കെ ക്ലോസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ തണുപ്പ് ഡയറക്റ്റ് കിട്ടണം എന്നില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ടോളായിട്ടുള്ള ടയർ കേക്കൊക്കെ 3 ടയർ കേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നമ്മൾ അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം 2 കേക്കൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ടെൻഷൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ വിറയിലൊക്കെ വരാം. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആക്കി എടുത്തിട്ട് അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കഴിയുന്നതും കേട്ടോ. അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങും ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കില്ല. ഇത് 3 ടയർ കേക്കൊക്കെ കുറച്ച് ഹൈറ്റുള്ള കേക്ക് കൊണ്ടുപോകുമ്പോൾ കസ്റ്റമർ എത്തണ വരെ നല്ല ടെൻഷനായിരിക്കും കേട്ടോ. അതിപ്പോൾ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും കൊണ്ടുപോകുക. റോഡ് എങ്ങനെ ആയിരിക്കും, അതുപോലെ തന്നെ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മളിപ്പോൾ ഓർഡർ എടുക്കും, അതങ്ങനെ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങോട്ട് പോണ വഴി എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നതും അവിടെ പോയിട്ട് ചെയ്ത് കൊടുക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ട് വരാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ 3 കേക്കും 3 ടയറിൻ്റെ 3 കേക്കും അതുപോലെ ആ ടോൾ കേക്കും സെപ്പറേറ്റ് കൊടുന്നു. പിന്നെ അവിടെ പോയിട്ട് സ്റ്റിക്കും എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തിട്ട് ഫോണ്ടൻറ്റിൻ്റെ ഫിഗേഴ്സും അതുപോലെ എല്ലാ സാധനങ്ങളും അതിൽ വെച്ച് കൊടുത്തു. ഒന്നും ഞാൻ വീട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാം അവിടെ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്കും ഒരു ഹാപ്പിയാണ്, കസ്റ്റമേഴ്സിനും തന്നെ അത് നല്ല രീതിയിൽ തന്നെ കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ അന്ന് രാത്രി തന്നെയാണ് കേട്ടോ എൻ്റെ ആങ്ങളുടെ മോളെ ബർത്ത്ഡേ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേക്ക് കൂടി ഉണ്ട്. അപ്പോൾ അതൊന്ന് സിമ്പിളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്, കൂടുതൽ ഡെക്കറേഷനൊന്നുമില്ല. ഒരു സിമ്പിളായിട്ട് ഒരു 2 ടയർ കേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷനൊക്കെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ അതിനൊന്നും പിന്നെ പറ്റിയില്ല കേട്ടോ. ഇത് സെറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തതിൻ്റെ ശേഷം ചെയ്യാൻ നിന്നത്, അപ്പോൾ ടൈം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. പുതിയ ഡെക്കറേഷൻസും അതുപോലെ ഓരോ അപ്ഡേഷൻസും ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടും അതുപോലെ ഫീഡായിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ, നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷൻസും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്